ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നമ്മുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. വായിലിട്ട അലിഞ്ഞു പോകുന്നു എന്ന് പറയില്ലേ, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി പുഡിങ്ങാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ട്സ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്ട്രോബെറി പുഡിംഗ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചൈന ഗ്രാസ് ആണ്. 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് പുഡിങ്ങിന് വേണ്ട ടോപ്പിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ച സ്ട്രോബെറീസ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാര മെൽറ്റായി ഒരു സിറപ്പ് ആവുന്നതോടൊപ്പം തന്നെ സ്ട്രോബെറീസ് നല്ലപോലെ കുക്കായി വരും. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നേരം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെച്ച വെള്ളത്തെപ്പാടി തന്നെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് മെൽറ്റായി വരും. ഈ സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 25 ഗ്രാം അളവിൽ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൽ തിളപ്പിച്ചെടുക്കാം. പാൽ ഇതുപോലെ തിളച്ച് വരുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഇനി മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ ടിന്നിലൊക്കെ കിട്ടില്ലേ കണ്ടൻസ്ഡ് മിൽക്ക്, ഇതൊരു 90 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന പുഡിങ്ങിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും, അതുപോലെ ടേസ്റ്റും കൂടും. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ചേർക്കുമ്പോൾ പാലൊന്ന് കുറുകി വരും. അതുകൊണ്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കുറച്ച് തിക്കായിട്ട് വരുന്നേരം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ചെറിയ ബൗളിലേക്കോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 ബൗളിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറി മിക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബൗളിലും ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി പുഡിംഗ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുന്നത് വരെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തോളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഡീമൗൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പുഡിങ് എന്ത് സോഫ്റ്റാണെന്ന് നോക്കിയേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
മുകളിൽ നല്ല സ്ട്രോബെറി ടോപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഈ പുഡിങ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ പുഡിങ്ങിന് മുകളിലായിട്ട് ഒരു സ്ട്രോബെറി വെച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കണമെന്നില്ല, അതേ ബൗളിൽ തന്നെ വെച്ച് ഇങ്ങനെ ആയാലും സെർവ് ചെയ്യാവുന്നതാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്നു എന്ന് പറയില്ലേ, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഈസി ഡെസേർട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഈ സ്ട്രോബെറി പുഡിംഗ് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.